കുറേ നാളിന് ശേഷം നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. ആദ്യം തന്നെ ഫേസ് ഒക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒരു ടോണറാണ് അടിച്ചെടുക്കുന്നത്. ഗുഡ് വൈബ്സിന്റെ ടോണറാണ്. അത് നല്ലപോലെ ഫേസിൽ അബ്സോർബ് ആകുമ്പോൾ നമ്മളൊരു എസെൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ബ്യൂട്ടി ഓഫ് ജോസിന്റെ ഒരു എസെൻസ് വാട്ടർ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും സംഭവം അടിപൊളിയാണ്. എന്റെ കറന്റ് ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കോസറെക്സിന്റെ സ്നെയിൽ മ്യൂസിനാണ്. ഈ ഒരു ബോട്ടിൽ ഞാൻ ഏകദേശം ഇപ്പോൾ 1 ഇയർ ആവാനായിട്ട് ഇനിയും ബാക്കിയുണ്ട് അത്ര. ഇത് തീർത്തുമാണ് എനിക്ക് അടുത്ത ബോട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ്. അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫേസ് ഷോപ്പിന്റെ റൈസ് സെറമൈഡ് മോയ്സ്ചറൈസർ ആണ്. പിന്നെ എന്റെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താണ്. ഫോട്ടോക്രോസ് എന്നാണ് കേട്ടോ പേര്. പിന്നെ ആദ്യം തന്നെ ഇടേണ്ട ഒരു സാധനമായിരുന്നു മറന്നുപോയി, ലിപ് ബാം. ലനീഷിന്റെ ലിപ് ബാം ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും എന്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമ്മൾ സാരി ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈഗ്ലാമിന്റെ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഇബ കോസ്മെറ്റിക്സിന്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് ആണ്. ചെറി എന്നാണ് കേട്ടോ ഷെയ്ഡിന്റെ പേര്. ഇത് തന്നെയാണ് ഞാൻ ഐ ഷാഡോയും ബ്ലഷും ലിപ് ടിന്റും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ എന്ത് മുഖത്തിട്ടാലും ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല. ഐബ്രോ വരക്കാന്നുള്ളത് എനിക്കൊരു മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതിനുശേഷം ഏതോ ഒരു ഐലൈനർ എടുത്തിടുന്നുണ്ട്. ഐലൈനർ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ ഇഷ്ടമില്ല കേട്ടോ. ഒരു വിങ് ഐലൈനർ, അതും സൈഡിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കണം. പിന്നെ അതിനുശേഷം ഒരു മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മസ്കാര മാസിന്റെ മസ്കാര ആണ് കേട്ടോ. ഈ സാരി ഞാൻ പർച്ചേസ് ചെയ്തത് കല്യാൺ സിൽക്സ് എന്നാണ്. ഈ കമ്മൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. സാരി കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ മിനിമൽ ലുക്കാണ് പിടിക്കുന്നത്. മാലയൊന്നും ഇടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്റെ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.